Hey there language lovers, I am Shalini. Welcome to my YouTube channel. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ സംസാരിക്കണം എന്നുള്ളത് ഒരു വലിയ ഡ്രീമാണ്. ഇതിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെയിലി കോൺവെർസേഷൻ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. തെറ്റ് പറ്റും, പക്ഷേ മിസ്റ്റേക്കിലൂടെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡെയിലി കോൺവെർസേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കാൻ പരമാവധി ശ്രമിക്കുക. നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഡിയംസ് പഠിക്കാം. 5 ഇഡിയംസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഇഡിയം, പിന്നീട് അതിൻ്റെ മീനിങ്, പിന്നെ അത് വെച്ചിട്ടുള്ള 2 സെന്റൻസ് അങ്ങനെ നോക്കിപ്പോകാം. ഫസ്റ്റ് ഇഡിയം ഹിറ്റ് ദ ബുക്സ്. ടു സ്റ്റഡി ഹാർഡ് എന്നുള്ളതാണ് മീനിങ്. I have an exam tomorrow, so I need to hit the books now. If you want to pass the entrance exam, you should start hitting the books now. സെക്കൻഡ് ഇഡിയം എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ. ഫീലിംഗ് അൺകംഫർട്ടബിൾ ഇൻ എ സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. ഐ ഫീൽ ലൈക്ക് എ ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ അറ്റ് ദ ഫാൻസി ഡിന്നർ പാർട്ടി. He moved from a small village to a big city and felt like a fish out of water for months. നമുക്ക് തേർഡ് ഇഡിയം നോക്കാം. അണ്ടർ ദ വെദർ. ഫീലിംഗ് സിക്ക് എന്നുള്ളതാണ് മീനിങ്. മൈ സിസ്റ്റർ വാസ് അണ്ടർ ദ വെദർ, സോ ഐ മെയ്ഡ് ഹർ സം ടീ. I had to skip my English class because I was under the weather. ഫോർത്ത് ഇഡിയം വന്നിട്ട് once in a blue moon. വെരി റെയർലി എന്നുള്ളതാണ് മീനിങ്. He cleans his room once in a blue moon. He cooks at home once in a blue moon. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഇഡിയമാണ് all ears. ലിസണിങ് കെയർഫുള്ളി എന്നുള്ളതാണ് മീനിങ്. നമുക്ക് സെന്റൻസ് നോക്കാം. She was all ears when her friends started talking about the surprise. Tell me your story, I'm all ears. നമ്മൾ ഇന്ന് 5 ഇഡിയംസ് ആണ് പഠിച്ചത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് ഇന്ന് പഠിച്ച ഇഡിയംസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസ് കൂടി കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.